നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. US താരിഫ് ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കില്ലെന്ന് S&P ഗ്ലോബൽ. ലോകത്തെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ തുടരും. SMEകളെ ആയിരിക്കും US താരിഫ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്ന് ക്രിസിൽ. ടെക്സ്റ്റൈൽസ്, വജ്രം, കെമിക്കൽസ് മേഖലകൾക്ക് തിരിച്ചടി. ഓൺലൈൻ ഗെയിമിംഗിന് നിയന്ത്രണം. ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ അവതരിപ്പിച്ച് കേന്ദ്രം. ഹരിത ഹൈഡ്രജൻ ഹബ്ബാകാൻ ഇന്ത്യ. 2030 6 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ചൈനയ്ക്കും ഇന്ത്യക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് ധാരണ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. വാർത്തകൾ വിശദമായി. ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തയാണ് ആദ്യം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 213 പോയിന്റ് ഉയർന്ന് 81,857-ലും നിഫ്റ്റി 69 പോയിന്റ് ഉയർന്ന് 25,050-ലും ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓഹരികളിൽ ഇൻഫോസിസ്, TCS, നെസ്ലെ, NDPC എന്നിവ നേട്ടമുണ്ടാക്കി. ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസിൻഡ് ബാങ്ക് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടർ സൂചികകളിൽ ഫാർമ, മീഡിയ എന്നിവ ഒഴികെ മറ്റെല്ലാ മേഖലകളും ഇന്ന് നേട്ടത്തിലെത്തി. FMCG, IT, റിയൽറ്റി എന്നിവ 1 മുതൽ 2% വരെ ഉയർന്നു. BSE മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സൂചികകൾ 0.3% വീതം നേട്ടമുണ്ടാക്കി. US താരിഫ് ഇന്ത്യയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകളെ ബാധിക്കില്ലെന്ന് S&P ഗ്ലോബൽ. ലോകത്തെ ഏറ്റവും മികച്ചതും ശക്തവുമായ രാജ്യമായി ഇന്ത്യ തുടരുമെന്നും S&P. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ പരമാധികാര ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർന്നു. ശക്തമായ സാമ്പത്തിക വളർച്ച, ധനപരമായ ഏകീകരണത്തിനുള്ള രാഷ്ട്രീയ പ്രതിബദ്ധത, പണപ്പെരുപ്പം തടയുന്നതിനുള്ള അനുയോജ്യമായ ധനനയം എന്നിവയാണ് റേറ്റിംഗ് അപ്ഗ്രേഡിനുള്ള കാരണങ്ങളായി S&P ഗ്ലോബൽ റേറ്റിംഗ്സ് പറയുന്നത്. അടുത്ത 3 വർഷക്കാലം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശരാശരി 6.8% തുടരുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താരതമ്യേന വ്യാപാരാധിഷ്ഠിതമാണെന്ന് S&P ഏഷ്യ പസഫിക് എക്കണോമിസ്റ്റ് വിസ്രുത് റാണ പറഞ്ഞു. മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ 15% മാത്രമാണ് ബാഹ്യ ഡിമാൻഡ് സംഭാവന ചെയ്യുന്നതെന്നും 85% ആഭ്യന്തര ഘടകങ്ങളാൽ നയിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന 50% നികുതി ബാധകമല്ല എന്നതാണ് വളർച്ചാ സാധ്യതയ്ക്ക് കാരണമാകുന്ന ഒരു ഘടകം. സാമ്പത്തിക പരിഷ്കരണങ്ങൾ, സാമ്പത്തിക ഏകീകരണം, അടിസ്ഥാന സൗകര്യ നിക്ഷേപം എന്നിവയിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും S&P ഗ്ലോബൽ വ്യക്തമാക്കി. ഫാർമയ്ക്കും കൺസ്യൂമർ ഇലക്ട്രോണിക്സിനും ഇളവുകൾ ഉണ്ടെന്നതും ഇന്ത്യയ്ക്ക് നേട്ടമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. SMEകളെ ആയിരിക്കും US താരിഫ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്ന് ക്രിസിൽ റിപ്പോർട്ട്. ടെക്സ്റ്റൈൽസ്, വജ്രം, കെമിക്കൽസ് എന്നിവയിലെ ചെറുകിട മേഖലകളിലായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി. ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം 45% വരുന്ന സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭ മേഖലയെ സാരമായി ബാധിക്കും. ഇന്ത്യ US-ലേക്കുള്ള കയറ്റുമതിയുടെ 25% വരുന്ന ടെക്സ്റ്റൈൽസ്, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യത. ഈ മേഖലയിൽ 70%-ലധികം വിഹിതമുള്ള MSMEകൾക്കാണ് ഇത് കൂടുതൽ തിരിച്ചടിയാവുമെന്ന് ക്രിസിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ രത്ന, ആഭരണ കയറ്റുമതിയുടെ 50%-ലധികവും വജ്രങ്ങളാണ്. കൂടാതെ US ഒരു പ്രധാന ഉപഭോക്താവാണെന്നും റിപ്പോർട്ട് പറയുന്നു. താരിഫ് ആഘാതം നേരിടാൻ പോകുന്ന മറ്റൊരു വിഭാഗം രാസവസ്തുക്കളാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യങ്ങൾക്കനുസൃതമായി US 25% തീരുവ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ ഈ മാസം 27 മുതൽ 25% അധിക താരിഫ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള മൊത്തം താരിഫ് 50%-ആയി ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓൺലൈൻ ഗെയിമിംഗിന് നിയന്ത്രണം. ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ അവതരിപ്പിച്ച് കേന്ദ്രം. ഹാനികരമായ ഓൺലൈൻ പണ ഗെയിമിംഗ് സേവനങ്ങൾ, പരസ്യങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ എന്നിവ നിരോധിക്കുന്നതിനും സ്പോർട്സും ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബില്ലാണ് കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്നത്. പോക്കർ, റമ്മി, മറ്റ് കാർഡ് ഗെയിമുകൾ പോലുള്ള ഓൺലൈൻ ഫാന്റസി സ്പോർട്സ്, ഓൺലൈൻ ചൂതാട്ടം,
ഓൺലൈൻ ലോട്ടറികൾ തുടങ്ങി ഓൺലൈൻ തട്ടിപ്പിന് സാധ്യതയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചതായാണ് ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ പലതും സാമ്പത്തിക തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം, ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. നിരോധനത്തിലൂടെ സാമ്പത്തിക നഷ്ടങ്ങൾ, ഓൺലൈൻ മണി ഗെയിമുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ തുടങ്ങിയവ തടയാൻ കഴിയുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹരിത ഹൈഡ്രജൻ്റെ ആഗോള കേന്ദ്രമാകാൻ ഇന്ത്യ 2030 ഹരിത ഹൈഡ്രജൻ മേഖലയിൽ 6 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. 19,744 കോടി രൂപ ചെലവിൽ 2023 ഇതിനുള്ള പദ്ധതികൾ ഇന്ത്യ ആരംഭിച്ചതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യെസ്സോ നായിക് പറഞ്ഞു. ഇതുവരെ 15 കമ്പനികൾക്ക് 3000 മെഗാവാട്ട് ഇലക്ട്രോലൈസർ നിർമ്മാണശേഷിയും 19 കമ്പനികൾക്ക് പ്രതിവർഷം 8,62,000 ടൺ ഹൈഡ്രജൻ ഉൽപാദനശേഷിയും നൽകി. ഡിമാൻഡ് സൃഷ്ടിക്കൽ, ഇലക്ട്രോലൈസർ നിർമ്മാണത്തിനുള്ള പിന്തുണ, ഉൽപാദന കേന്ദ്രങ്ങൾ, ഗവേഷണം, വികസനം, അന്താരാഷ്ട്ര സഹകരണം, നൈപുണ്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതായി നായിക് പറഞ്ഞു. ഫിക്കിയുടെ ഗ്രീൻ ഹൈഡ്രജൻ ഉച്ചകോടിയിലാണ് നായിക് ഇക്കാര്യം വ്യക്തമാക്കിയത്. 23 ഗവേഷണ വികസന പദ്ധതികൾക്ക് അനുമതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. 5 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ അവരുടെ ഹരിത ഹൈഡ്രജൻ നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മറ്റു പലതും സമാനമായ സംരംഭങ്ങൾ സജീവമായി വികസിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പരാമർശിച്ചു. 15 സംസ്ഥാനങ്ങൾ അവരുടെ സ്വന്തം ഹൈഡ്രജൻ നയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ആവാസ വ്യവസ്ഥയും ഹൈഡ്രജൻ ഹബ്ബുകളും പ്രാപ്തമാക്കുന്നതായും നായിക് അവകാശപ്പെട്ടു. ഈ സംസ്ഥാനങ്ങൾ ഭൂവിനിയോഗം സുഗമമാക്കുക, ജലലഭ്യത ഉറപ്പാക്കുക, പുനരുപയോഗ ഊർജ്ജത്തിന്റെ സംഭരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നതായി നായിക് വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും നായിക് പ്രശംസിച്ചു. 2030 500 ജിഗാവാട്ട് നോൺ ഫോസിൽ ഇന്ധനാധിഷ്ഠിത ശേഷിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഏകദേശം 50 ജിഗാവാട്ട് വാർഷിക ശേഷി കൂട്ടിച്ചേർക്കൽ ആവശ്യമാണെന്നും നായിക് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മന്ത്രിസഭാ തീരുമാനങ്ങൾ സംബന്ധിച്ച വാർത്തയാണ് അടുത്തത്. 1500 കോടി വായ്പയ്ക്ക് അനുമതി. പട്ടികവർഗക്കാർക്ക് 1000 രൂപ ഓണസമ്മാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ദേവസ്യ ലൈനിൽ ചേരുന്നു. അനീഷ്, എന്താണ് വിശദാംശങ്ങൾ? ജെയിംസ്, ഈ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള വീടുകൾക്ക് സർക്കാർ ഗ്യാരണ്ടിയോടെ ഹഡ്കോയിൽ നിന്നും കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ മുഖേന വായ്പ എടുക്കുന്നതിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ നിർമ്മാണ പുരോഗതിയിലുള്ള 1,27,601 വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിന് 1,100 കോടി രൂപയും ഈ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾ കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിനും ധനസഹായം അനുവദിക്കുന്നതിന് 400 കോടിയും ഉൾപ്പെടെ ആകെ 1,500 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ 2025-2026 സാമ്പത്തിക വർഷത്തിൽ 750 കോടി രൂപയും 2026-2027 സാമ്പത്തിക വർഷത്തിൽ 750 കോടി രൂപയും എന്ന രീതിയിലാണ് ഈ 1,500 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ വായ്പയുടെ മുതൽ തിരിച്ചടവ് അതായത് ഈ 15 വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്ന് കുറവ് ചെയ്ത് KURDFC മുഖേന ഹഡ്കോയ്ക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വായ്പയുടെ പലിശ സർക്കാർ ഓരോ വർഷവും ഈ ബജറ്റ് വിഹിതത്തിൽ നിന്നും ഒടുക്കാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ജെയിംസ്, കേരള വാർത്തകൾ നോക്കാം. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഓഹരി വിപണിയിൽ നിന്ന് മൂലധനം സമാഹരിച്ച് വ്യവസായം വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരുന്നു പരിപാടി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് പ്രക്രിയയായിരുന്നു പ്രധാന വിഷയം. ടെക്നോ പാർക്ക് CEO റിട്ടയർഡ് കേണൽ സഞ്ജീവ് നായർ ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയും NSEയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. പ്രീ ലിസ്റ്റിംഗ് തയ്യാറെടുപ്പ് മുതൽ പോസ്റ്റ് ലിസ്റ്റിംഗ് അവസരങ്ങൾ തുറക്കുന്നതുവരെയുള്ള ഘട്ടങ്ങളെക്കുറിച്ച് വിദഗ്ധർ സംസാരിച്ചു. മൂലധന വിപണി പ്രവേശനത്തെക്കുറിച്ചും ഫണ്ട് സുരക്ഷിതമാക്കുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. കൂടാതെ NSE എമർജ് ലിസ്റ്റിംഗിൽ യോഗ്യത മുതൽ അംഗീകാരം വരെയുള്ള ഘട്ടങ്ങൾ, വിശ്വാസ്യത, ദൃശ്യപരത, വളർച്ചാ സാധ്യത എന്നിവ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിനും വർക്ക്ഷോപ്പ് ഊന്നൽ നൽകി. ടെക്നോ പാർക്കിന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 9,180 രൂപയും പവന് 73,440 രൂപയുമാണ് ഇന്നത്തെ വിപണി വില.
18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 7535 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല, ഗ്രാമിന് 122 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.